കൂട്ടരും ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്നത് തുടരുന്നുവെന്ന് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്. പിണറായിയുടെ നിലപാടുകൾ തീവ്രവാദികളെ സുഖിപ്പിക്കാനാണ്. ഇടതുപക്ഷത്തിനുള്ള മറുപടി ജനം ബാലറ്റിലൂടെ നൽകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. തന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് ഷോണിന്റെ വിമർശനം. അതേസമയം ക്രിസ്തുവിനെ അപമാനിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഇതൊരു പടി കൂടി കടന്ന് അല്പം രൂക്ഷമായ ഭാഷയിലേക്കുള്ള അധിക്ഷേപങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും ഒക്കെ പോയിരിക്കുകയാണ്. ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും മുന്നേറുന്നു? തീർച്ചയായിട്ടും ഒരു കടുത്ത ഒരു ആക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഇടത് സഹയാത്രികനായിട്ടുള്ള ഇടത് നിരീക്ഷകനായിട്ടുള്ള റെജി ലൂക്കോസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നത്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെയാണ് ക്രിസംഗി ഭവനത്തിലെ ഒരു ചിത്രം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തരത്തിൽ ക്രിസ്തുദേവന്റെ ചിത്രത്തെ വികൃതമാക്കി അവതരിപ്പിച്ചത്. ഇത് റെജി ലൂക്കോസ് ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്റെ നിലപാടിൽ മാറ്റമില്ല, ആ പോസ്റ്റ് പിൻവലിച്ചത് ഇത്തരത്തിൽ ഏതെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് പോസ്റ്റ് പിൻവലിച്ചത്. തന്റെ നിലപാടിലും ആ പോസ്റ്റിലും താൻ പശ്ചാത്തപിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് വിശ്വാസികളും അതുപോലെ തന്നെ എല്ലാവരും ഉയർത്തിയത്. സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പോസ്തലേറ്റ് ഇവർക്കെതിരെ റെജി ലൂക്കോസിനെതിരെ പരാതിയുമായി കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയുണ്ടായി. ഇതിനെ തുറന്നുകൂടിയാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കാൻ, ആ ഭാഷയിൽ തന്നെ പറയേണ്ടി വരും, ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കാൻ റെജി ലൂക്കോസ് തയ്യാറായത്. പക്ഷെ ഇത്തരത്തിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പറയുകയും ചെയ്തു. അതേസമയം തന്നെ കടുത്ത വിമർശനം നാനാ ഭാഗങ്ങളിൽ നിന്ന് റെജി ലൂക്കോസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. റെജി ലൂക്കോസ് മറ്റു സമുദായങ്ങളെയോ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെയോ ഇത്തരത്തിൽ അവരുടെ ആരാധനാ പാത്രത്തെ വികൃതമാക്കി ആക്ഷേപിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ കടുത്ത വിമർശനം ഉയർത്താൻ പിണറായി വിജയനും തയ്യാറായിരുന്നു. വിവേകദോഷി അടക്കമുള്ള വിശേഷമാണ് അത്തരത്തിൽ പിണറായി വിജയൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും അതുപോലെ തന്നെ കൂട്ടരും ഇത്തരത്തിലുള്ള ക്രൈസ്തവരെ ആക്ഷേപിക്കുന്നത് തുടരുകയാണ് എന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വിജയം രണ്ടാം വിമോചന സമരത്തിന്റെ ഒരു ആരംഭമാണ് എന്നും ഷോൺ ജോർജ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വിഭാഗം തന്റെ ഇടത്തോടെ ഒരു നിലപാടെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റത് CPM-നാണ്, ഇടതുപക്ഷത്തിനാണ്. എക്കാലവും ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള മതേതരത്വവും പ്രീണന രാഷ്ട്രീയവും സഹിക്കാനാകില്ല എന്നും ഷോൺ ജോർജ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബി.ജെ.പി. നേതാവായിട്ടുള്ള അനൂപ് ആന്റണിയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ജോർജിനോട് രംഗത്തെത്തിയിരുന്നു. പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് അനൂപ് ആന്റണി പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം തന്നെ CPM-ന്റെ ക്രൈസ്തവ വിരുദ്ധതയുടെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് എന്ന് വ്യക്തമാക്കുന്നു എന്നും അനൂപ് ആന്റണി വിമർശിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വ്യാപക വിമർശനമാണ് ഇപ്പോൾ റെജി ലൂക്കോസിനെതിരെയും അതുപോലെ തന്നെ ക്രൈസ്തവ നിലപാടും പിന്തുടരുന്ന ക്രൈസ്തവ നിലപാട് നിരന്തരം തുടരുന്ന CPM-നും അത് ഇടതുപക്ഷത്തിനുമെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി മിഥുൻ.